ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 22-ാം വാക്യം. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഈശോ എപ്പോഴും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഐക്യമാണ്, പരസ്പരം സ്നേഹിച്ച് ഐക്യത്തോടുകൂടി ജീവിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈശോ എപ്പോഴും പറയുന്നത് എന്താ, നീ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പോലും ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലിവസ്തുവോടെ വെക്കേ, പോയി സ്നേഹിക്കേ, പരസ്പരം ഐക്യപ്പെടേ, എന്നിട്ട് വന്ന് പ്രാർത്ഥിക്കേ. സ്നേഹമില്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവം സ്വീകരിക്കുകയില്ല എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയും. അതുകൊണ്ടാണ് ഈ ഒരു ഐക്യം നമ്മുടെ ജീവിതത്തിൽ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹവും ഈ ഐക്യവും നഷ്ടപ്പെട്ടു പോവുകയാണ്. പലരോടും വിദ്വേഷം മനസ്സിൽ വെച്ച് പുലർത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയല്ലേ. നമ്മുടെ ജീവിതത്തിലെ ഒരു കുറവ് മറ്റൊരുവൻ ചൂണ്ടിക്കാണിച്ചാൽ പിന്നീട് അവൻ എനിക്ക് ശത്രുവാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു കുറവ് ചൂണ്ടിക്കാണിച്ച് പിന്നീട് അവനോട് മിണ്ടാനായിട്ട്, അവനോട് സ്നേഹത്തോടു കൂടി പെരുമാറുവാനായിട്ട് എനിക്ക് കാരണം ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് എല്ലാ സ്ഥാനവും വേണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല. കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. പക്ഷേ ഈ കുറവും പോരായ്മയും ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തുവാനായിട്ട്, അത് സ്നേഹത്തോടുകൂടി സ്വീകരിച്ച് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ, ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകും. ഇന്ന് ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പരസ്പരമുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ ഐക്യം ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. ഭാര്യയും ഭർത്താവും മക്കളും ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുവാനായിട്ട് തയ്യാറാവണം. സഹോദരങ്ങൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് സ്വത്തിൻ്റെ പേരിൽ, സ്ഥലത്തിൻ്റെ പേരിൽ ഒത്തിരിയേറെ വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുടെ എണ്ണം ഏറി വരികയാണ്. സഹോദരങ്ങൾ തമ്മിൽ മിണ്ടിയിട്ട് വർഷങ്ങളായി. എന്തിനു പേരില്ല? സ്വത്തിൻ്റെ പേരില്ല, പണത്തിൻ്റെ പേരിൽ. സ്നേഹമുള്ളവരെ, ഈ ഐക്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ ഐക്യത്തിൽ ജീവിക്കേ, പരസ്പരം സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കേ. ഈ സ്നേഹിച്ച് നീ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്. ആരെപ്പോലെ സ്നേഹിക്കണം? പിതാവും ഈശോയുമായിട്ടുള്ള ബന്ധം പോലെ, അവരെ പോലെ പരസ്പരം സ്നേഹിച്ച് ഐക്യത്തിൽ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകുന്നത്. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഉള്ളിൽ വിദ്വേഷമുണ്ട് എന്നുള്ളതാണ്. വിദ്വേഷം വെച്ച് പുലർത്തിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചാലും സ്നേഹമുള്ളവരെ, ആ പ്രാർത്ഥന ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് സ്നേഹിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ സ്നേഹമില്ലാതെയുള്ള പ്രാർത്ഥനയും പരോപകാര പ്രവൃത്തികളും ദൈവം ഉറപ്പായിട്ടും തള്ളിക്കളയുമെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റണം. അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാനായിട്ട്, ദൈവത്തെ പോലെ ഐക്യത്തിൽ സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ട്, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട്, അങ്ങനെ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.